ഇങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോകാൻ തോന്നുന്നുണ്ട്, സത്യം പറയാമല്ലോ. അല്ലാടി നീ എന്താ ഈ പറയണേ? എന്തെന്നാ ഈ പറഞ്ഞേ? കണ്ടില്ലേ ഇതേ ഇതാണ്, കണ്ടോ? ഞാൻ ഇന്ന് തുണി തീരുമാനെടുത്തോണ്ട് വന്നേ കാണണേ. എന്തെന്നാ ഈ പറയണേ? ഉള്ള തുണിയും ബെഡ്ഷീറ്റും മുഴുവനും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് മെഷീനിലാണെങ്കിൽ എടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. പറയുമ്പോൾ എളുപ്പമായി. നീ മോളിപ്പൂരം ചെയ്യണം. ഇതെല്ലാം കൊണ്ട് ഞാൻ മോളിൽ ചെന്നപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? മെഷീൻ്റെ അടിയിൽ നിന്നാണ് വെള്ളം വന്നത്. മെഷീൻ പോയി. ഇനി എന്ത് ചെയ്യണം? ഭ്രാന്ത് എടുക്കാണ്ടിരിക്കുമോ? പിന്നെ അതും പോയി. ചായ ഒരു ഗ്ലാസ് വെച്ചെടുക്കുന്നതാണ് ഇൻഡക്ഷൻ. അതിൻ്റെയും പണിക്കുറ്റം പണി കഴിഞ്ഞിരിക്കുക. എല്ലാം പോരാത്തതിന് ഇത്തിരി മല്ലി ഇത്തിരി ഉണക്കി വയ്ക്കാമെന്ന് ചോദിച്ചു വെയിലത്ത് കൊണ്ട് വെച്ചപ്പോൾ ഉണ്ട് ഉള്ള വെയിലും പോയി കിട്ടി. പിന്നെ ഞാൻ എന്ത് പറയാനാ? കുടുംബമായ പണിയുണ്ടാവില്ല. പിന്നെ പണിയെടുക്കാണ്ട് നടക്കുമോ? വയ്യാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പണിയെടുക്കണേന് പണിയെടുക്കണം. എത്ര പേരുണ്ടോ അത്രയും പേരുടെ തുണി വേണം തിരുമണം. അതേന്നേ, ഞാൻ കേൾക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി വന്ന് കയറി ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ കേൾക്കണം. കൊള്ളാമായി. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിൻ്റെ മെഷീൻ കേടായത് ഞാൻ എന്ത് ചെയ്യാനാ? നീ നമ്മുടെ ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് തീരുമാനമല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ നിൻ്റെ പണി എടുക്ക്. ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിനക്ക് ചെയ്യാനറിയാം. അല്ലെങ്കിൽ നീയൊന്നും ഞാൻ അനുസരിക്കുന്ന പാർട്ടി അല്ലാന്ന് എനിക്കറിയാം പണ്ടേ. അതെ, അങ്ങനെ അനുസരിക്കുന്നവളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കില്ലല്ലോ നിൻ്റെ വീട്ടിൽ. നീ അവിടെ നിൽക്കേണ്ടതല്ലേ? എന്താ ഇങ്ങോട്ട് പോന്നേ? ആ സ്വന്തം വീട്ടിലേക്ക് വന്നെങ്കിലേ അതെൻ്റെ ഭർത്താവിലേക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ്. മനസ്സിലായോ? പിന്നെ ഏത് പെണ്ണിൻ്റെ ആഗ്രഹം ഉണ്ടാവും സ്വന്തം വീട്ടിലേക്ക് വരാമെന്നുള്ള സന്തോഷം. കുടുംബത്തോടൊത്ത് കഴിയാമല്ലോ എന്ന്. ഇങ്ങനെയൊക്കെ ഓരോ അമ്മായിമാരുണ്ടായാൽ പിന്നെ അതുപോലെ. ഇങ്ങോട്ട് വന്ന കാലം തുടങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവന് ട്രാൻസ്ഫർ ജോലി നീ പറഞ്ഞ് വാങ്ങിപ്പിച്ചതല്ലേടി അവനെ കൊണ്ട്. എന്ത് മോണി പറയണത്? അമ്മയല്ലേ പറയില്ലേ? എന്ത് പറ? ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയാം. പറഞ്ഞ എന്നെ അമ്മായിന്ന് വിളിച്ച കൊണ്ടൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കൂടിപ്പോവും. വെറുതെ വായിലിരിക്കണ കേൾക്കല്ലേ. പറയുന്ന ഞാൻ പറയും. നിങ്ങളിന്ന് ഭർത്താവിൻ്റെ പെങ്ങളുടെ മോളായല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ കയറി തന്നത്. ബിസ്ക്കറ്റും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാം. അല്ല വേണ്ട, പോ. അതാ നല്ലത്. ഇങ്ങനെ ഒരു അമ്മായി ഇല്ലാത്ത നല്ലത്. കളയണ്ട, ഞാൻ തിന്നേക്കാം. മനുഷ്യൻ്റെ കഷ്ടപ്പാട് കൊള്ളുമ്പോൾ മനുഷ്യനോട് നിൽക്കുമല്ലേ വേണ്ടത്? അമ്മായി ആള് കൊള്ളാം. പോകുമ്പോൾ അത് എടുത്തണ്ട പോണത്. എന്തൊരു സാധനമാണ്. എന്താ കിട്ടണേന്നാ?